നമസ്കാരം, ഞാൻ ഡോക്ടർ പൂർണിമ നാരായണൻ നമ്പ്യാർ, വിസിറ്റിംഗ് കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, ഡയമണ്ട് ഹെൽത്ത് കെയർ, വടകര. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മൈഗ്രെയിനെ കുറിച്ചാണ്. മൈഗ്രെയിൻ നമ്മൾ കോമൺ ആയി കാണുന്ന ഒരു രോഗമാണ്. ഇത് ഒരു ആളുടെ ദൈനംദിന കാര്യങ്ങൾ നല്ലപോലെ ബാധിക്കുന്ന ഒരു അസുഖം കൂടിയാണ്. അപ്പോൾ എന്താണ് ഈ മൈഗ്രെയിൻ? നമ്മൾ തലവേദന പൊതുവെ രണ്ട് തരമായിട്ട് വേർതിരിക്കാറുണ്ട്: പ്രൈമറി ഹെഡേക്കും സെക്കൻഡറി ഹെഡേക്കും. പ്രൈമറി ഹെഡേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ തലവേദന തന്നെയാണ് രോഗിയുടെ പ്രധാന രോഗം. ഇതിൽ നമ്മൾ രോഗിനെ പരിശോധിച്ചാലും അല്ലെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്താലും എല്ലാം നോർമൽ ഫൈൻഡിങ്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. രണ്ടാമത്തെ തരം തലവേദനയാണ് സെക്കൻഡറി ഹെഡേക്ക്. ഇത് നമുക്ക് രോഗിക്ക് എന്തെങ്കിലും ഘടനാപരമായ പ്രശ്നം, അതായത് ട്യൂമർ, ഇൻഫെക്ഷൻ, സ്ട്രോക്ക് അല്ലെങ്കിൽ ഇത്തരം അസുഖങ്ങൾ കാരണം വരുന്ന തലവേദനകളാണ്. ഇത് കുറച്ചും കൂടി സീരിയസ് തലവേദനകളാണ്. ഇത് നമ്മൾ നേരത്തെ ഡിറ്റക്ട് ചെയ്യേണ്ടി വരും. മൈഗ്രെയിൻ ഒരു തരം പ്രൈമറി ഹെഡേക്ക് ആണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അത് നമുക്കൊരു ഡിസേബിളിംഗ് ആയൊരു അസുഖമാണ്. നമ്മളുടെ ആക്ടിവിറ്റീസിനെയൊക്കെ ബാധിക്കും. നമ്മുടെ ജോലിനെയും പേഴ്സണൽ ലൈഫിനെയും സോഷ്യൽ ലൈഫിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ എന്താണ് ഈ മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങൾ? മൈഗ്രെയിൻ നമ്മൾ സാധാരണ തലയുടെ ഒരു വശത്തിൽ തലവേദനയായിട്ടാണ് കാണാറ്. അതിന് കൂട്ടത്തിൽ ചില ആൾക്കാർക്ക് ഛർദി വരിക, അല്ലെങ്കിൽ ഛർദിക്കാൻ തോന്നുക, പിന്നെ ലൈറ്റ് കാണുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട്, സൗണ്ട് കേൾക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട്, ഇത്തരം ലക്ഷണങ്ങളായിട്ടാണ് നമ്മൾ കാണാറ് മൈഗ്രെയിനിൽ. പിന്നെ ചില ആൾക്കാർക്ക് മൈഗ്രെയിനിന് സ്പെസിഫിക് ആയിട്ട് ട്രിഗേഴ്സ് ഉണ്ടാവും. അതായത് ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പോസ്ഡ് ആയാൽ, ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അമിതമായ വെളിച്ചം, സൺലൈറ്റിൽ എക്സ്പോസ് ആകുമ്പോൾ, അല്ലെങ്കിൽ ഉറക്കക്കുറവ്, ഭക്ഷണം തെറ്റുക, ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ ഒരു മൈഗ്രെയിൻ വരാനുള്ള രോഗിക്ക് ഇതിന്റെ സാധ്യതകൾ, ഈ അറ്റാക്ക് വരാനുള്ള സാധ്യതകൾ കൂട്ടുന്ന ട്രിഗേഴ്സ് ആണ്. ചില ആൾക്കാർക്ക് മൈഗ്രെയിന് ഒരു മുന്നറിയിപ്പ് പോലെ ഒരു ലക്ഷണം വരാറുണ്ട്, ഓറ എന്നാ പറയാ. ഇതില് രോഗിക്ക് ചിലപ്പോൾ ഈ തലവേദനയുടെ മുന്നേ ചില ലക്ഷണങ്ങൾ, അതായത് കണ്ണിന്റെ മുന്നിൽ മിന്നൽ പോലെ കാണുക, സിഗ്സാഗ് ലൈൻസ് പോലെ കാണുക, തരിപ്പ്, പെരുപ്പ്, ചെറിയൊരു തളർച്ച, ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ തലവേദനയുടെ മുന്നേ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ മൈഗ്രെയിൻ പറഞ്ഞ അസുഖം എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക? ആദ്യം മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, എന്തെങ്കിലും ട്രിഗർ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സാഹചര്യങ്ങൾ നമ്മുടെ ഈ തലവേദന കൂട്ടുകയാണെങ്കിൽ ആ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ലൈഫ് സ്റ്റൈൽ നല്ലപോലെ മോഡിഫൈ ചെയ്യുക, ഉറക്കം, ഭക്ഷണം ഇതെല്ലാം നിയന്ത്രിക്കുക, നല്ലപോലെ വ്യായാമം ചെയ്യുക, യോഗ പറ്റുകയാണെങ്കിൽ ചെയ്താൽ അതും നല്ല ഹെൽപ്പ് ചെയ്യും. ഈ രീതികളൊക്കെ നമുക്കൊരു പരിധി വരെ നമുക്ക് മൈഗ്രെയിൻ്റെ അറ്റാക്സ് കുറയ്ക്കാൻ പറ്റും. പിന്നെയുള്ള മരുന്നുകൾ വഴിയിലുള്ള ചികിത്സകൾ രണ്ട് തരത്തിലാണ്. നമുക്ക് തലവേദന വരുമ്പോൾ ആ സമയത്ത് കഴിച്ചിട്ട് ആ തലവേദന ആ സമയത്ത് കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട്. രണ്ടാമത്തെ തരം നമ്മൾ മരുന്നുകൾ ഡെയിലി കഴിച്ചിട്ട് നമുക്ക് ഈ തലവേദന വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ്. അപ്പൊ നമുക്ക് വല്ലപ്പോഴും മാസത്തിൽ 1-2 തവണ ഒരു തലവേദന വരികയാണെങ്കിൽ നമുക്ക് ഈ ആദ്യത്തെ കാറ്റഗറിയിലത്തെ മരുന്നുകൾ മതിയാവും. അതായത് തലവേദന വരുമ്പോൾ അപ്പോൾ ഒരു പെയിൻ കില്ലർ അല്ലെങ്കിൽ മൈഗ്രെയിനുള്ള ചില മരുന്നുകളുണ്ട്, അത് കഴിക്കുക. പക്ഷേ നമുക്കൊരു മാസത്തിൽ വളരെയധികം ദിവസങ്ങൾ, അതായത് ഒരു 10 ദിവസം തലവേദന ഉണ്ട്, അല്ലെങ്കിൽ തലവേദന വരുമ്പോൾ 1-2 ദിവസങ്ങൾ നല്ല സിവിയർ ആയിട്ട് ഡിസേബിൾഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ തലവേദന വരാതെ ഇരിക്കാനുള്ള മരുന്നുകൾ ഡെയിലി കഴിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഈ രോഗലക്ഷണങ്ങൾ നല്ലപോലെ നിയന്ത്രിക്കാൻ പറ്റും. നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. ഒരു നോർമൽ ലൈഫ് തന്നെ നേടാൻ പറ്റും. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, മൈഗ്രെയിന് നമുക്ക് പല ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും ഉണ്ട്. അതുകൊണ്ട് മൈഗ്രെയിൻ കാരണം ഒരു രോഗിക്ക് സഫർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എത്രയും നേരത്തെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്താൽ നമുക്ക് അതിനായിട്ടുള്ള മരുന്നുകൾ എടുത്തിട്ട് നമുക്ക് ഒരു നിയർ നോർമൽ ലൈഫ് നയിക്കാൻ പറ്റും. താങ്ക് യു.